അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ നാലാമതായി പറയപ്പെടുന്ന നാമം അൽ മലിക് എന്നതാണ്. ഇതിൻ്റെ അർത്ഥം രാജാവ് അഥവാ സ്വതന്ത്രമായി കൈകാര്യത്വം ചെയ്യുന്നതിൻ്റെ മേൽ കഴിവുള്ളവൻ എന്നതാണ്. ഈ ഇസ്മുകൾക്ക് മുമ്പായി നിദായിൻ്റെ ഹർഫായ യാ ചേർത്ത് ചൊല്ലാറുണ്ട്. ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ യാ റബ്ബി എന്ന് കാണാൻ സാധിക്കുന്നു. നമ്മൾ ദുആയിരക്കുമ്പോഴും മറ്റും അല്ലാഹുമ്മ എന്ന വചനം ഉപയോഗിക്കുന്നു. ഇതിലെ മീമ് യാ അല്ലാഹു എന്നതിലെ യാഇന് പകരമായി വന്നിട്ടുള്ളതാണ്. ഈ പദത്തിൽ എല്ലാ ഇസ്മുകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഇമാമിയങ്ങളുടെ അഭിപ്രായം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഏതെങ്കിലും വിഷയത്തിൽ പ്രയാസപ്പെടുമ്പോൾ ചൊല്ലാറുള്ളത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇവിടെ യാ ചേർത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം യാ ചേർത്ത് ചൊല്ലലാണ് ഉത്തമം. മഹാന്മാർ അസ്മാഉൽ ഹുസ്നയുടെ ഇജാസത്ത് കൊടുക്കുമ്പോഴും യാ കൂട്ടി ചൊല്ലുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഖുർആനിൽ 5 സ്ഥലങ്ങളിൽ മലിക് എന്ന പദം ഉപയോഗിച്ചതായി കാണാൻ സാധിക്കുന്നു. മലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്നും ഖിറാഅത്തുണ്ട്. 2 രീതിയിൽ, രണ്ടും ശരിയാണ്. മലിക്കിൽ നാസ് ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക് എന്നീ 5 സ്ഥലങ്ങളാണ് പറയപ്പെട്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലേക്ക് നിങ്ങൾ കാതോർക്കുക. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പിടിക്കുകയും വലത് കൈകൊണ്ട് ആകാശത്തെ മടക്കിയെടുക്കുകയും ചെയ്തുകൊണ്ട് പറയും, അനൽ മലിക്കു ഫഅൈന മുലൂക്കുൽ അർളി, ഞാനാണ് രാജാവ്, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ? അന്നേ ദിവസം മുഴുവൻ നിയന്ത്രണവും അവൻ്റെ പക്കലാണ്. ഭൂമിയിൽ അവൻ വിചാരിച്ചവർക്ക് അധികാരം നൽകുന്നു, അവൻ വിചാരിച്ചവരിൽ നിന്ന് അധികാരത്തെ തിരിച്ചെടുക്കുന്നു. അജയ്യനാക്കുന്നവനും നിന്ദ്യനാക്കുന്നവനും അവൻ്റെ തീരുമാനപ്രകാരമാണ്. നിശ്ചയം അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനത്രേ. മനുഷ്യൻ ഏതെങ്കിലും അധികാരത്തേക്ക് കയറിയാൽ എല്ലാം അവൻ്റെ കരങ്ങളിലൂടെയാണ് നീങ്ങുന്നത് എന്ന ധാർഷ്ട്യം ഏതൊരാൾക്കും ഭൂഷണമല്ല. ലോകം മടക്കി ഭരിച്ചിരുന്ന ഫിർഔൻ, നമ്രൂദ് പോലുള്ളവരുടെ ദുരവസ്ഥ ഖുർആനിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നേക്കും അധികാരം അല്ലാഹുവിന് മാത്രമാണുള്ളത്. ഓരോ ദിവസവും ഉച്ച സമയത്ത് ഈ ദിക്ർ ആരെങ്കിലും പതിവാക്കിയാൽ അവൻ്റെ ഹൃദയം തെളിയുകയും കോപം നീങ്ങിപ്പോകുകയും ചെയ്യുന്നതാണ്. ഫജറിന് ശേഷം ആരെങ്കിലും 121 പ്രാവശ്യം ഈ ഇസ്മ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ അവന് തുറന്നു കൊടുത്തുകൊണ്ട് അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഹിദായത്ത് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക.